ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രോഡക്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ആ പ്രോഡക്റ്റുകളെല്ലാം ഇന്നും ഓരോ ഐറ്റവും വീണ്ടും കൂട്ടി കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പം ഔട്ട്ലെറ്റ് തുടങ്ങി. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഓടനാവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങി. അവിടെയും ഗായത്രി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ആൻഡ് ഫുഡ് പ്രോഡക്ട്സ് എന്നുള്ള പേരിലാണ് തുടങ്ങിയിരിക്കുന്നത്. അവിടെ നമ്മളിതുപോലെ ഒരു ചക്ക് വെച്ചിട്ടുണ്ട്. അവിടെ ലൈവ് വെളിച്ചെണ്ണയും പിന്നെ ബാക്കി പ്രൊഡക്ഷനെല്ലാം ഇവിടെ നടത്തി പാക്കാക്കി അവിടെ കൊണ്ടുവന്ന് സെയിൽസ് നടത്തുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഇടയ്ക്ക് ഒരു വർഷം ഒരു ബ്രേക്ക് വന്നു. പിന്നീട് 2023 വീണ്ടും നമുക്കൊരു ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിച്ചു. കൊട്ടാരക്കര നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞിട്ട് ഡയറ്റിന് ഓപ്പോസിറ്റായിട്ട് അവിടെയും ഗായത്രി ഓയിൽ മില്ല് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ് എന്നുള്ള പേരിൽ ഒരു സ്ഥാപനം നമ്മൾ ഓപ്പൺ ചെയ്തു. ഇന്ന് നിലവിൽ 3 ഔട്ട്ലെറ്റുകളും ഒരു പ്രൊഡക്ഷൻ സെൻറ്ററുമാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ് ഇവിടം വരെ എത്തിയത്. നമ്മൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, 1 രൂപ മുതൽ ആ 17 ലക്ഷം രൂപ വരെയും നമ്മൾ കടം വാങ്ങി തന്നെയാണ് ആ സ്ഥാപനം തുടങ്ങിയത്. പക്ഷേ അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാട് അതിൻ്റെ പിന്നിലുണ്ട്. ഞാനും ഹസ്ബൻഡും എല്ലാം ഞങ്ങൾ 2 പേരും ഒരു മനസ്സോടുകൂടി നിന്ന് നമ്മൾ മുന്നോട്ട് പോയത്. പക്ഷെ നമുക്ക് ഏതൊരാൾക്കും വിജയിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം തന്നെയാണ്. നമ്മുടെ കുടുംബം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യത്തിനും ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. കാരണം നമുക്കൊരു സുഖമായാലും ദുഃഖമായാലും അതിൽ നമ്മളെ ചേർത്ത് നിർത്തി നമ്മളോട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു പോയാൽ സാരമില്ല, വിഷമിക്കേണ്ട, അത് നമുക്ക് കുഴപ്പമില്ല, നമുക്കത് നേടിയെടുക്കാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു അപാകത വന്നു പോയാൽ അവിടെയും കൈത്താങ്ങായിട്ട് നമുക്കൊപ്പം നിൽക്കാൻ നമ്മുടെ കുടുംബം നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ ഇറങ്ങാനുള്ള ഒരു ധൈര്യം ഉണ്ടാവും. ഇവിടെ ഞങ്ങൾ 2 പേരും ഒരു മനസ്സോടുകൂടി തന്നെയാണ് അന്നും ഇന്നും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ സംരംഭവും ഇങ്ങനെ നമ്മൾ ഒരുപാട് ഇപ്പം 3 യൂണിറ്റൊക്കെ തുടങ്ങി അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ സെൻറ്ററൊക്കെ തുടങ്ങിയപ്പോഴത്തേന് ഭയങ്കര സാമ്പത്തിക ഭദ്രത നേടിക്കാണും. അങ്ങനെയൊന്നുമല്ല. നമുക്കിതിനകത്ത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 6 മാസം ഞങ്ങൾ 2 പേരും തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരാൾ പൊടിക്കുമ്പോൾ, ഒരാൾ വറക്കുമ്പോൾ, അങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ, ഒരാൾ നിറച്ച് കൊടുക്കുമ്പോൾ, ഒരാൾ പാക്ക് ചെയ്യും. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ ആയിരുന്നു ഏകദേശം 6 മാസം വരെ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിന്നീട് നമുക്കൊരു സ്റ്റാഫ് വേണമെന്ന് തോന്നിയ സമയത്ത് ഒരു സ്റ്റാഫിനെ എടുത്തത്. അപ്പോൾ ബാക്കി അടുത്ത എപ്പിസോഡിൽ. ബൈ.